അപ്പോൾ നമുക്ക് ഇന്ന് സ്വദേശി മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ 1906 ഫോം ആവുന്നത്. കറക്റ്റ് ഡേറ്റ് പറയുമ്പോൾ 30th ഡിസംബർ. ഓക്കെ, 1906 ഫോം ചെയ്തത്. അപ്പോൾ ബംഗ്ലാദേശിലെ ഡാക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലായിരുന്നു ആക്ച്വലി ഇത് ഫോം ചെയ്തത് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അന്നൊരു 3 ലീഡേഴ്സാണ് ഉണ്ടായിരുന്നത്. ഫൗണ്ടിങ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ആഗ്നേ ഖാൻ, നവാബ്, മുഷ അൽ ഹുക്ക്, ഇങ്ങനെ 3 പേരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ വൈസ്രോയ് എന്ന് പറയുന്നത് നമ്മുടെ മിൻറ്റോ രണ്ടാമനായിരുന്നു, മിൻറ്റോ സെക്കൻഡ്. ഓക്കെ, മിൻറ്റോ സെക്കൻഡ് ആയിരുന്നു അന്നത്തെ അവിടെ വൈസ്രോയ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആനുവൽ സെഷൻ, ആദ്യത്തെ ഒരു ആനുവൽ സെഷൻ നടന്നത് 29th 30th ഡിസംബർ 1907 ആ ഒരു മീറ്റിംഗ് നടന്നത്. കറാച്ചി വെച്ചിട്ടായിരുന്നു ആ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്നേ ഖാൻ തന്നെയായിരുന്നു ഫസ്റ്റ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മുടെ മുഹമ്മദ് അലി ജിന്ന, ഓക്കെ, എന്ന പേരുള്ളൊരു വ്യക്തി ആ ഒരു ഗ്രൂപ്പിൽ ചേരുകയും 1913 ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1913 ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്നേ ഖാൻ റിസൈൻ ചെയ്തു അല്ലേ. ആദ്യം ആഗ്നേ ഖാനാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം മുഹമ്മദ് അലി ജിന്ന 1913 ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ആഗ്നേ ഖാൻ 1913 ലക്നോയിൽ വെച്ചിട്ട് റിസൈൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, ലക്നോയിൽ വെച്ചിട്ട് റിസൈൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ മുസ്ലിം ലീഗും INCയും കൂടെ 1916 അന്നത്തെ വൈസ്രോയുടെ ചെംസ്ഫോർഡുമായിട്ടൊരു പാക്റ്റ് സൈൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അതിനെ നമ്മൾ അറിയപ്പെടുന്നത് ലക്നൗ പാക്റ്റ് എന്നായിരുന്നു. ഓക്കെ, അതിനെ അറിയുന്നത് ലക്നൗ പാക്റ്റ് എന്നായിരുന്നു. അപ്പോൾ ആ ലക്നൗ പാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റ് ചെയ്ത ആളുമായിരുന്നു ഈ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾക്ക് പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. 1930 അലഹബാദ് സെഷൻ ഒരെണ്ണം നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 സ്റ്റേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും പറഞ്ഞു. അതും മുഹമ്മദ് അലി ജിന്നയാണ് പറഞ്ഞത്. 2 സ്റ്റേഷൻ തിയറി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഒരു റഫ് ഐഡിയാസാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അതിനുശേഷം നമ്മൾക്ക് പിന്നെ പറയാനുള്ളത് സൂററ്റ് സ്പ്ലിറ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1907 സൂററ്റ് സ്പ്ലിറ്റ്. ഓക്കെ, ഓൾ ഇന്ത്യ മുസ്ലിംസ് ലീഗിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മൈക്ക് ടേൺ ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സൂററ്റ് സ്പ്ലിറ്റ് വരുന്നത്. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 1907 അപ്പോൾ അന്നത്തെ നമ്മുടെ INC പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. ഓക്കെ, റാഷ് ബിഹാരി ഘോഷാണ് കേട്ടോ. ഓക്കെ, ബോഷ് അല്ല, രാഷ് ബിഹാരി ഘോഷ്. ഞാനിവിടെ എഴുതുന്ന ലെറ്റർ ക്ലിയർ ആണല്ലേ? കുറച്ചും കൂടെ എൻലാർജ് ചെയ്ത് എഴുതണം. ഓക്കെ, ആരെയൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന്ന് കുറച്ചും കൂടെ വലുതാക്കി എഴുതണം. അവിടെ എഴുതുന്നത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ രാഷ് ബിഹാരി ഘോഷായിരുന്നു അന്നത്തെ INC പ്രസിഡൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഈ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് 2 രീതിയിലായിട്ട് സ്പ്ലിറ്റായിപ്പോയി. മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഫ്രീഡം ഫൈറ്റേഴ്സ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയായിരുന്നു ചെയ്തത്. അതിനായിരുന്നു സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞത്. അതിൽ എക്സ്ട്രീമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിനെ നടത്തിക്കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ഫോം ചെയ്തത് ബാലഗംഗാധര തിലകായിരുന്നു. നമുക്കത് ഫോം ചെയ്യാനും അതിലുള്ള കാര്യങ്ങളെല്ലാം നടത്താനും. മോഡറേറ്റ് എന്നുള്ള ഈ ഗ്രൂപ്പ് ഫോം ചെയ്തതും അതിനെ ലീഡ് ചെയ്തതും ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ
ആയിരുന്നു മോഡറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിനെ നടത്തിയത്. അപ്പോൾ ഈ രണ്ടുപേരും ഈ ഒരു സ്പ്ലിറ്റിന് കാരണം, ദ മെയിൻ കോസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു പറഞ്ഞാൽ സ്വരാജ് ആയിരുന്നു. രണ്ടുപേർക്കും സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രാജ്യം എന്നുള്ളതാണ് സ്വരാജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷം ഈ സ്യൂറിറ്റി സ്പ്ലിറ്റിന് ശേഷം ഇവർ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിലും 1916 ലക്നൗ സെഷനിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റീയൂണിയൻ എന്നാണ് അതിൽ പറയുക. റീയൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വീണ്ടും ഒരുമിച്ച് ചേരുകയാണ് ചെയ്തത് 1917 സ്പ്ലിറ്റായി 1916 ഇവർ വീണ്ടും ജോയിൻ ചെയ്തു. രണ്ട് ഗ്രൂപ്പിൻ്റെ ഹെഡൊക്കെ ആരൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് കാരണം, പിന്നെ അവർ തിരിച്ചെങ്ങനെ റീയൂണിയൻ നടത്തി എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അതേപോലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു മിൻറ്റോ മോർലി റിഫോം എന്ന് പറയുന്നത്. 1909 മിൻറ്റോ മോർലി റിഫോംസ് വരുന്നത്. അപ്പോൾ ഈ മിൻറ്റോ മോർലി റിഫോംസിനെ ഇനിയൊരു പേരായിട്ട് അറിയപ്പെടാറുണ്ട്, ദ ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നാണ് ഇതിനെ മോസ്റ്റ്ലി അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ആക്ടിനെയാണ് മിൻറ്റോ മോർലി റിഫോംസ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ അന്നത്തെ സമയത്ത് നമ്മുടെ ലോർഡ് മിൻറ്റോ ആയിരുന്നു അന്നത്തെ വൈസ്രോയ്. ഈ സമയം നടക്കുമ്പോൾ വൈസ്രോയ് എന്ന് പറയുന്നത് മിൻറ്റോ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു മിൻറ്റോ മോർലി എന്ന് വരാൻ. മോർലി എന്ന് പറയുന്നത് അന്നത്തെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ഓക്കെ, ഇതൊക്കെ ബ്രിട്ടീഷ് അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു മിൻറ്റോ മോർലി റിഫോംസ് എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണൽ റെപ്രസെൻറ്റേഷൻസ് ഫോർ മുസ്ലിംസ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു മോസ്റ്റ്ലി മിൻറ്റോ മോർലി റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്തായിരുന്നു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് എന്നുള്ളതിൽ ഒരു ഇന്ത്യൻ മെമ്പറിനെ വൈസ്രോയീസ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇതിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞത്. ഓക്കെ, പിന്നെ അതേപോലെ 2 ഇന്ത്യൻ മെമ്പർ ടു ദി ഇന്ത്യൻ കൗൺസിൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കൗൺസിലിലേക്ക് രണ്ടുപേരും വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരാളെയും എടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് തീരുമാനിച്ച്. പിന്നെ ഇതിൽ വേറെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്ട് ഉണ്ടല്ലോ, അതായത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 വന്നതിന് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പേരും പറയുന്നുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സിസ്റ്റം ഗ്രാൻഡഡ് സെപ്പറേറ്റ് ഇലക്ടോറിയൽസ് ടു ദി മുസ്ലിംസ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് ആയിരുന്നു ഇതിനു വേണ്ടി കൊണ്ടുവന്നത്. അപ്പം ഇതിൽ പറയുന്നത്, ഓക്കെ, ഇത് ഞാൻ അന്ന് പോയി കണ്ടതൊന്നുമല്ല, കമ്മ്യൂണലിസം എന്നുള്ള ഇതിനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോസസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്നുള്ള കാര്യം കൂടെ ആ പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ മിൻറ്റോ മോർലി റിഫോംസ് 1909 വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഗദ്ദാർ പാർട്ടി വരുന്നുണ്ട്. ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് 1913 നവംബർ 1 ഗദ്ദാർ പാർട്ടി വന്നത്. അപ്പോൾ ഈ ഗദ്ദാർ പാർട്ടിയിൽ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ലാല ഹർദയാലായിരുന്നു ജനറൽ സെക്രട്ടറി ഓഫ് ദി പാർട്ടി എന്ന് പറയുന്നത്. ലാല ഹർദയാൽ ആയിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സോഹൻ സിംഗ് ആയിരുന്നു. SINGH സോഹൻ സിംഗ് ആയിരുന്നു ഫൗണ്ടിങ് പ്രസിഡൻറ്റ്. ഇദ്ദേഹമായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ ഈ ഗദ്ദാറിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ അന്ന് ഒരു ന്യൂസ് പേപ്പറും കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഗദ്ദാർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പറായിരുന്നു.
അന്ന് ഉണ്ടാക്കിയത്. പിന്നെ ഇതിനൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഗദ്ദാർ പാർട്ടിക്ക് ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, പുട്ട് അറ്റ് സ്റ്റേക്ക് എവരിത്തിങ് ഫോർ ദ ഫ്രീഡം ഓഫ് കൺട്രി. ഓക്കെ, പുട്ട് അറ്റ് സ്റ്റേക്ക് എവരിത്തിങ് ഫോർ ദി ഫ്രീഡം ഓഫ് ദി കൺട്രി എന്നായിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ സ്ലോഗൻ തന്നെ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അതായിരുന്നു ഗദ്ദാർ പാർട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഗദ്ദാർ പാർട്ടിനെ കുറിച്ച് ഒരു പേപ്പർ കട്ടിങ്സ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അത്രയും ആവശ്യങ്ങളില്ല, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളും കൂടെ തോടുകൂടി ഗദ്ദാർ പാർട്ടിയും കഴിയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹോം റൂൾ മൂവ്മെൻറ്റ്. ഈ ഹോം റൂൾ മൂവ്മെൻറ്റിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ തുടക്കം സൃഷ്ടിച്ചത് ഈ ഹോം റൂൾ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് പറഞ്ഞാൽ ടു അറ്റൈൻ സെൽഫ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ വിത്തിൻ ദി ബ്രിട്ടീഷ് എംപയർ. അതായത് സെൽഫ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ വിത്തിൻ ദി എംപയറിന് വേണ്ടിയിട്ടാണ് ഈ സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് പറയാനും അത് ഹോം റൂൾ മൂവ്മെൻറ്റ് വെച്ച് തുടങ്ങാനും ചെയ്യാൻ കാരണത്. അപ്പോൾ ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് എവിടെ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഐറിഷിൽ നിന്നായിരുന്നു നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഹോം റൂൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിൽ 2 ആൾക്കാരാണ് ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് നടത്തിയത്. 2 വ്യക്തികളാണ് നമുക്ക് അതിലുള്ളത്. ഒന്ന് നമുക്ക് ആനി ബെസൻറ്റും പിന്നെ നമുക്ക് വരുന്നത് ബാലഗംഗാധര തിലക്കുമാണ് നമ്മൾക്ക് ചെയ്തത്. 2 പേരായിരുന്നു ഈ ഒരു ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ തിലക് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് പൂനെ മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം തുടങ്ങുന്നത്. പക്ഷേ ആനി ബെസൻറ്റ് തുടങ്ങുന്നത് അടയാർ, തമിഴ്നാട്ടിലുള്ള അടയാർ എന്നുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ ഒരു ആനി ബെസൻറ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2 പേർക്കും അവരുടേതായിട്ടുള്ള വിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആനി ബെസൻറ്റ് അതിന് വേണ്ടിയിട്ട് 2 ന്യൂസ് പേപ്പറുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോമൺ വീൽ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പറും ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാലഗംഗാധര തിലക്കും 2 ന്യൂസ് പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കേസരി, പിന്നൊന്ന് മറാത്ത എന്ന് പറഞ്ഞിട്ടുള്ള 2 ന്യൂസ് പേപ്പേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർ 2 പേരും ഈ ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1916 ഓക്കെ, അപ്പോൾ ആ ഒരു ഇയർ തന്നെ ഇവിടെയുണ്ട്, 1916 പക്ഷേ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലക് സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിലായിരുന്നു, ആനി ബെസൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇത് സെൻട്രൽ അല്ലെങ്കിൽ കൺട്രി ഒട്ടാകെ സ്റ്റാർട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലബാർ റീജിയനിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് KP കേശവ മേനോനായിരുന്നു. മലബാർ ഏരിയയിൽ ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് KP കേശവ മേനോൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതിന് ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് നിർത്തുകയുണ്ടായി. 1916 തുടങ്ങിയ ഒരു ഹോം റൂൾ മൂവ്മെൻറ്റ് നിർത്തുകയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നിർത്തിയെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രോമിസ് ചെയ്തു ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു ഹോം റൂൾ മൂവ്മെൻറ്റ് 2 പേരും നിർത്തുകയുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഹോം റൂൾ മൂവ്മെൻറ്റിൽ? അതിനുശേഷം ചമ്പാരൻ സത്യാഗ്രഹ 1917 ചമ്പാരൻ സത്യാഗ്രഹയാണ് പിന്നെ അടുത്തുള്ളത്. അപ്പോൾ ഈ ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഫസ്റ്റ് സത്യാഗ്രഹ ഇൻ ഇന്ത്യ ആണ്. മഹാത്മാഗാന്ധിജിയുടെ ഫസ്റ്റ് സത്യാഗ്രഹയാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത്. അത് ചമ്പാരൻ ഡിസ്ട്രിക്ട് ഓഫ് ബീഹാറിലാണ്. ആക്ച്വലി ചമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ട്രിക്റ്റിൽ, ബീഹാറിലൊരു ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സത്യാഗ്രഹം ആദ്യം തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹം തുടങ്ങിയപ്പോൾ തൊട്ടാണ് നമ്മുടെ ഗാന്ധിജി സത്യാഗ്രഹ മോഡലിലെ ഒരു ഫ്രീഡം സ്ട്രഗിൾ, അതായത് ചമ്പാരൻ സത്യാഗ്രഹ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ഗാന്ധിയൻ വേ ഇൻ ഇന്ത്യൻസ് ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. അതായത് ചമ്പാരൻ സത്യാഗ്രഹയാണ് ഒരു ഗാന്ധിയൻ വേ ഓഫ് ഗാന്ധിജിയുടെ ഒരു സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു പോളിസിയുടെ അനുസരിച്ചിട്ടുള്ള ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഇവിടെയായിരുന്നു. ഇത് ആർക്കെതിരെയായിരുന്നു നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ലാൻഡ് ലോഡ്
ബ്രിട്ടീഷ് ലാൻഡ് ലോർഡ്ക്കെതിരായിട്ടായിരുന്നു ഈ ഒരു കാര്യം നടന്നത്. അപ്പോൾ ഇതിൽ ഇനിയൊരു പ്രത്യേകം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ടൊരു കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃഷി കൾട്ടിവേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ഫോഴ്സ് ചെയ്തു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദ ഫാമേഴ്സ് ആൻഡ് പെസൻസ് വെർ ഫോഴ്സ്ഡ് ടു ഗ്രോ ആൻഡ് കൾട്ടിവേറ്റ് ഇൻഡിഗോ. എന്നിട്ട് അത് അവർക്ക് തന്നെ വിൽക്കുകയും വേണം അറ്റ് ഫിക്സഡ് പ്രൈസിൽ. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു റിവോൾട്ട് തന്നെ നടക്കാൻ കാരണം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഈ ഒരു സത്യാഗ്രഹത്തിന് മുമ്പിൽ ബ്രിട്ടീഷുകാർ കീഴടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഫാർമേഴ്സിൻ്റെയും പെസൻസിൻ്റെയും എല്ലാ ഡിമാൻഡുകളും ബ്രിട്ടീഷുകാർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2017 നമ്മൾ ഇതിൻ്റെ ഒരു 100ാം വർഷം ആഘോഷിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2017. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഇതിൽ ഇനി ഒരെണ്ണം ഉണ്ട്, അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞ ഉടനെ നടക്കുന്നതാണ് അഹമ്മദാബാദ് ബിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദ് മില്ല് കേട്ടോ. ഓക്കെ, മിൽ സ്ട്രൈക്ക്. അപ്പോൾ അത് നടക്കുന്നത് 1918 ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെക്സ്റ്റൈൽ മിൽ ഓണേഴ്സ് ആൻഡ് ദെയർ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ്. ഈ ഒരു സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ മില്ല് ഓണേഴ്സും അവിടുത്തെ വർക്കേഴ്സും തമ്മിലുള്ളൊരു സ്ട്രൈക്കാണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും അവസാനം മില്ല് ഓണേഴ്സ് 35% ഓഫ് വേജ് ഹൈക്ക് കൊടുക്കുക എന്ന് പറഞ്ഞതോടുകൂടെ ആ ഒരു സത്യാഗ്രഹം നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഈ ഒരു അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918 ഉള്ളൊരു കാര്യം. അതിനുശേഷം കേദാ സത്യാഗ്രഹ നടക്കുന്നുണ്ട്. അത് 1918 തന്നെയായിരുന്നു. സോ കേദാ സത്യാഗ്രഹയിൽ ആരാ മുൻനിർത്തി നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാത്മാഗാന്ധിജി തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞാൽ ടു റെഡ്യൂസ് ദി ടാക്സസ് ഓഫ് ഫാർമേഴ്സ് ലിവിങ് ഇൻ ദ മിസറി ഡ്യൂ ടു ദി ക്രോപ്പ് ഫെയിലിയർ. അതായത് ക്രോപ്പ് ഫെയിലിയർ, നമ്മുടെ കൃഷി നശിച്ചു കഴിഞ്ഞാലും അതിന് ടാക്സ് കൊടുക്കണം എന്നൊരു നിയമമൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേദാ സത്യാഗ്രഹ 1918 മഹാത്മാഗാന്ധിജി നടത്തുകയുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഗാന്ധിജി എന്താണ് പറഞ്ഞത് പറഞ്ഞാൽ വി വിൽ നോട്ട് പേ ദി ടാക്സ് അൺടിൽ ദി ഗവൺമെൻറ് അക്സെപ്റ്റ്സ് അവർ ഡിമാൻഡ്. അതായത് ഞങ്ങൾ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെയും ഞങ്ങൾ ടാക്സുകളൊന്നും പേ ചെയ്യില്ല എന്നായിരുന്നു കേദാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ അഡ്വക്കേറ്റായ സർദാർ വല്ലഭായ് പട്ടേൽ, അന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു കാര്യത്തിൻ്റെ കേസ് നടത്താൻ വേണ്ടിയിട്ട് തൻ്റെ ഫീസ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഒപ്പം നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ ഒപ്പം നിൽക്കുകയും അന്നത്തെ അതിൻ്റെ ഒരു ഫീസ് വേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. 1918 കേദാ സത്യാഗ്രഹത്തിലായിരുന്നു കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം 1919 വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919, അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് 1919 വരുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് റിഫോംസ് കൊണ്ടുവന്നത് 1918 അതിൻ്റെ ആക്റ്റായിട്ട് വന്നത് 1919 അപ്പോൾ അന്നത്തെ കാലത്തുള്ള വൈസ്രോയി എന്ന് പറയുന്നത് നമ്മുടെ ചെംസ്ഫോർഡായിരുന്നു. അതേപോലെ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എഡ്വിൻ സാമുവൽ മൊണ്ടേഗു ആയിരുന്നു. അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയാൻ എഡ്വിൻ സാമുവൽ മൊണ്ടേഗു, അതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് കാരണമാണ് 1919 ഈ ഒരു ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരാൻ തന്നെ കാരണം. അപ്പോൾ ഇതിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഇത്രയും മതി. ഓക്കെ, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇത്രയും മതി. പിന്നെ നമുക്ക് വരുന്നത് റൗലത്ത് ആക്ട് വരുന്നുണ്ട് 1919. ഓക്കെ, അപ്പോൾ ഈ റൗലത്ത് ആക്ട്
വരുന്നത് 1919 ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗലറ്റ് ആക്ട്, ജാലിയൻവാല ബാഗ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ചൗരി ചൗരി ഇൻസിഡൻറ്റ്, സ്വരാജ് പാർട്ടി, സൈമൺ കമ്മീഷൻ, ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി ഈ റൗലത്ത് എന്ന് പറയുന്നത് ജസ്റ്റിസ് സിഡ്നി റൗലത്ത്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പേര് വരാൻ കാരണം. ജസ്റ്റിസ് സിഡ്നി റൗലത്ത് അതായിരുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് അപ്പോയിൻറ്റഡ് ജസ്റ്റിസ് സിഡ്നി റൗലത്ത് കമ്മിറ്റി ഇൻ ദി ഇയർ 1970. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ജസ്റ്റിസ് സിഡ്നി റൗലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരാളുടെ പേര് അങ്ങനെ വന്നിട്ടുള്ളൊരു ആക്റ്റാണ് റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കമ്മീഷൻസ് ഇപ്പോഴും നമ്മുടെ പേര് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ പറയുന്ന കുറേ കമ്മീഷൻസിൻ്റെ പേരുകളൊക്കെ അതാത് ആൾക്കാരുടെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻവെസ്റ്റ് റെവല്യൂഷണറി ക്രൈംസ് ഇൻ കൺട്രി. ഓക്കെ, അതായത് റെവല്യൂഷണറി ക്രൈംസ് ഇൻ കൺട്രി, നമ്മുടെ കൺട്രിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾക്കാരായിരുന്നു ഈ റൗലത്ത് എന്ന് പറയുന്നൊരു കമ്മിറ്റി. ഓക്കെ, റൗലത്ത് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി. അപ്പോൾ ഇതിൽ വന്നതിന് രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു. ടു ഇൻവെസ്റ്റ് റെവല്യൂഷണറി ക്രൈം ഇൻ ദി കൺട്രി ആൻഡ് റെക്കമെൻഡ് ലെജിസ്ലേഷൻ ഫോർ ഇറ്റ്സ് സപ്രഷൻ. ഓക്കെ, അതായത് റെവല്യൂഷണറി ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അതേപോലെ ഇതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഈ ഒരു റൗലത്ത് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് തന്നെ ഇവിടെ വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി എന്തൊക്കെയാണ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റൗലത്ത് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത് 6th February. ഓക്കെ, 6th February 1919 ഈ റൗലത്ത് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കം ഇൻ ടു ഫോഴ്സ് ഇത് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും അത് നടപ്പാകുന്നത് 10/3/1919 അത് കം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാസ് ചെയ്തതാണെന്നുണ്ടെങ്കിലും ഫോഴ്സ് ചെയ്ത് ആക്ട് കൊണ്ടുവന്നത് 10 March 1919 അതിൽ വന്നത്. ഓക്കെ, ഇപ്പം നന്നായിട്ട് ആ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. KTUവിൽ വർഷങ്ങളൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പോൾ ഇതിൽ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. റൗലത്ത് ആക്ടിൽ 2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം എന്ന് പറയുന്നത് സെർച്ച് എ പ്ലേസ് ആൻഡ് അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് എ വാറൻറ്റ്. ഇതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഈ റൗലത്ത് ആക്ടിൽ. അതായത് ഒരു സ്ഥലം സെർച്ച് ചെയ്യാനോ അതേപോലെ ഒരു പേഴ്സണെ വാറണ്ട് ഇല്ലാതെയോ അറസ്റ്റ് ചെയ്യാൻ പാടും എന്ന് റൗലത്ത് ആക്ടിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ വരെ വിചാരണകൾ നടക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ വിചാരണകളൊന്നുമില്ലാതെ 2 year മാക്സിമം 2 കൊല്ലം വരെ അയാളെ തടവിൽ വെക്കാം എന്നുള്ള കാര്യം ഈ റൗലത്ത് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങളും പറയുന്നതും പലവർക്കും പ്രശ്നമായി തീരുകയും ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം, ഈ റൗലത്ത് ആക്ടിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് വേറെ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്: അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നായിരുന്നു ഈ റൗലത്ത് ആക്ടിനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നാഷണൽ ലീഡർ ഹു സപ്പോർട്ട് ഫോർ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത് ശ്രീ ശങ്കരൻ നായരായിരുന്നു. ഒരു നാഷണൽ ലീഡർ ഹു സപ്പോർട്ടഡ് ഫോർ ദി റൗലത്ത് ആക്ട്. പിന്നെ നമ്മുടെ ഗാന്ധിജി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദി നാഷണൽ പൊളിറ്റിക്സിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ചെയ്തത് ഈ ഒരു റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നതാണ്. സ്ട്രൈക്ക് എഗെയിൻസ്റ്റ് ദി റൗലത്ത് ആക്റ്റാണ് മഹാത്മാ ഗാന്ധിജി ഇങ്ങനെ വരാൻ കാരണം, നാഷണൽ പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യാൻ കാരണം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഗാന്ധിജി അതിനൊരു സത്യാഗ്രഹം ഇരിക്കുകയുണ്ടായി. അത് ബോംബെയിലായിരുന്നു പുള്ളിക്കാരൻ മഹാത്മാഗാന്ധിജി സത്യാഗ്രഹത്തിൽ ഇരിക്കുകയുണ്ടായിരുന്നത്. അതിനുശേഷം റൗലത്ത് ആക്ടിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചിരിക്കുന്നത് ദി ബ്ലാക്ക് ലോ എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൗലത്ത് ആക്ടിൽ നമുക്ക് പറയാനുള്ളത്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ?
ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് മെസക്കറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 13th ഏപ്രിൽ 1919 നടന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അതാണ് ഈ ഒരു ടൈം ലൈൻ ഇങ്ങനെ വരാൻ കാരണം, റൗലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ജാലിയൻ വാലാബാഗ് മെസക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അന്നത്തെ ഗവർണർ ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് മൈക്കിൾ ഓർ ഡയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് പേര് എപ്പോഴും എല്ലാവരും കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നോക്കുക. മൈക്കിൾ ഓ ഡയർ ആയിരുന്നു ഗവർണർ ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന അന്ന് മൈക്കിൾ ഓ ഡയർ ആയിരുന്നു. അപ്പോൾ ഇതിൽ ജനറൽ ഡയർ എന്ന് പറഞ്ഞിട്ട് വേറൊരാളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജനറൽ ഡയർ എന്ന് പറയുന്നത് ജനറൽ ഡയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൈക്കിളോ ഡയറിനെ ആണോ എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഈ ജനറൽ ഡയർ എന്ന് പറയുന്നത് ഒരു പ്രൊക്ലമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നോ മീറ്റിംഗ്സ് ടു ബി ഹെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് ഈ ഒരു ഫങ്ഷൻ നടക്കുന്നത്. 13th ഏപ്രിൽ 1919 എന്തൊരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഏകദേശം 6000 മുതൽ ഒരു 10,000 വരെയുള്ള ആൾക്കാർ അന്നതിൽ ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്ത് പഞ്ചാബ് ഗവർണർ ഓർഡർ കൊടുക്കുകയും ഇവിടുത്തെ ആൾക്കാരെല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ മൈക്കിൾ ഓ ഡയർ ഓർഡർ കൊടുക്കുകയും ജനറൽ ഡയർ, ഓക്കെ, ജനറൽ ആർ ഡയർ, ഓക്കെ, പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു ഒരു വെടി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈക്കിൾ ഓ ഡയറാണ് ഓർഡർ കൊടുക്കും, ജനറൽ ആർ ഡയറാണ് വെടി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു ഇൻസിഡൻസ് കഴിഞ്ഞതിന് ശേഷം ഉദ്ധം സിംഗ് മൈക്കിൾ ഓ ഡയറിനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇൻസിഡൻസൊക്കെ നടക്കുകയും പിന്നെ ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ വരുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ ഇതിൽ നമ്മുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന് കിട്ടിയ കൈസർ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മെഡൽ സറണ്ടർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ഒരു അധികാരം വേണ്ട എന്നുള്ള രീതിയിൽ സറണ്ടർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. KNIGHTHOOD ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. അതിന് സർ ടൈറ്റിൽ നിന്നാണ് ആ ബുക്കിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർ ടൈറ്റിലാണ് ഉണ്ടായിരുന്നത്. ആ സർ ടൈറ്റിൽ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് നടക്കുമ്പോൾ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നത് അന്നത്തെ ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈസ്രോയി ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രീ ശങ്കരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം ഈ ഒരു ഇൻസിഡൻസ് നടന്നപ്പോൾ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്, ശ്രീ ശങ്കരൻ നായർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ജാലിയൻ വാലാബാഗ് മസക്കർ നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹണ്ടർ കമ്മിറ്റി. ഓക്കെ, ഇതിൽ ഈ ഒരു ഹണ്ടർ കമ്മിറ്റി വേറൊരു എഡ്യൂക്കേഷൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹണ്ടർ കമ്മിറ്റിയുടെ ആവശ്യം വരും. ഇപ്പോൾ രണ്ട് കമ്മിറ്റികൾ തമ്മിൽ മിസ്സായി പോകരുത്. ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, വേറൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കുള്ളത് ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് മസക്കറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ ഒരു ക്രോളിംഗ് ഓർഡർ നടപ്പിലാക്കി. ആ സമയത്ത് ക്രോളിംഗ് ഓർഡർ,
അപ്പോൾ ഈ ക്രോളിംഗ് ഓർഡർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ് ആൻഡ് വുമൻസ് ആർ ടു ബി ക്രോൾ ലൈക്ക് എ വേം ഇൻ ദെയർ ബെല്ലീസ്. അതായത് തിരിഞ്ഞു കിടന്നിട്ട് ആരായാലും ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന രീതിയിലായിരിക്കണം പോകേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ കൊണ്ടുവരും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരാഴ്ച മാത്രമാണ് ആ ഒരു അതിൻ്റെ ടെന്യൂർ ഉണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു ഓർഡർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ആ ഒരു ജാലിയൻവാലാ ബാഗിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ പറയാനുള്ളത്. അപ്പോൾ ഇതായിരുന്നു ജാലിയൻവാലാ ബാഗിൻ്റെ കുറച്ച് ഇതിൽ നമുക്ക് ഇപ്പോൾ കുറേ പോയിൻറ്റ്സ് ഞാൻ വിട്ടു കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള ഏകദേശം എല്ലാ പോയിൻറ്റ്സും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് വരുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1920 INC കൽക്കട്ട സെഷൻസിൽ വന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് കൽക്കട്ട സെഷൻസ് എന്ന് പറയുന്നത് വന്നത് ലാല ലജപത് റായുടെ അണ്ടറിൽ വന്നിരുന്ന ഒരു അണ്ടറിൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ INC എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻസ് എന്ന് പറയുന്നത് അന്ന് പ്രൊസീഡ് ചെയ്തത് ലാല ലജപത് റായ് ആയിരുന്നു. അതൊരു സ്പെഷ്യൽ സെഷനായിരുന്നു. സാധാരണ എല്ലാ കൊല്ലവും നടക്കുന്നതല്ല, അതൊരു സ്പെഷ്യൽ സെഷനായിരുന്നു. അപ്പോൾ ഇതിൽ അന്നത്തെ സമയത്തായിരുന്നു ഖാദി ബിക്കം എ നാഷണൽ അറ്റയർ ഇൻ ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഖാദി എന്ന് പറയുന്ന ഡ്രസ്സ് രാജ്യവ്യാപകമായിട്ട് ഒരു ഇതായിട്ട് മാറാൻ കാരണം ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദൊക്കെ അവരുടെ ലീഗൽ പ്രാക്ടീസിനെ ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീഗൽ പ്രാക്ടീസ് 3 പേര്, CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത് നടന്നത് സെപ്റ്റംബർ, അവിടുത്തെ ഡേറ്റ് ചെയ്താൽ സെപ്റ്റംബർ 1920 മുതൽ ഫെബ്രുവരി 1922 വരെയായിരുന്നു ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ മൂവ്മെൻറ്റ് നടത്തുന്നതും സപ്പോർട്ട് ചെയ്തതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിജിയും ആയിരുന്നു. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഈ ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്താൻ ഇടയായ ഒരു ഇൻസിഡൻ്റാണ് നമ്മുടെ ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്താൻ ഒരു കാരണം ഉണ്ടായി, അതായിരുന്നു ചൗരി ചൗര ഇൻസിഡൻറ്റ്. ദി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് കോൾഡ് ഓഫ് ഡ്യൂ ടു ദി ചൗരി ചൗര ഇൻസിഡൻറ്റ്. ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്താണെന്നറിയോ? എനിവൺ? ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്താണെന്നറിയോ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഇതിൽ ചൗരി ചൗര ഇൻസിഡൻറ്റ് 1922 ചൗരി ചൗര ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് ഗോരഖ്പൂർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലായിരുന്നു ഈ ചൗരി ചൗര ഇൻസിഡൻസ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനെ കത്തിക്കുകയാണ് ഉണ്ടായിരുന്നത് 5th ഫെബ്രുവരി 1922. അതിലായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നത്. ആ ഒരു ഇൻസിഡൻറ്റിൽ 22 പോലീസുകാർ മരിക്കുകയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബുക്കിലുള്ള ഡീറ്റെയിൽ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് നമ്മൾ ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് 10 മാർച്ച് 1922 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയാണ്. മഹാത്മാഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യും. മഹാത്മാഗാന്ധിയെ 6 വർഷത്തോളം യർവേദ എന്നുള്ള ജയിലിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിനെ മഹാത്മാഗാന്ധിജി പറഞ്ഞത് ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതായത് ചൗരി ചൗര ഇൻസിഡൻറ്റിനെ അല്ല, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ ഒരു ഹിമാലയൻ ബ്ലണ്ടറായിട്ട് പറഞ്ഞതും ഗാന്ധിജിയായിരുന്നു. ഇതെല്ലാം നമുക്ക് ആ ബുക്കിലുള്ള ഡീറ്റെയിൽസ് ആണ്. ബാക്കിയുള്ള കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നോ എന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ല. പിന്നെ അതേപോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ വിഡ്രോ ചെയ്തതിനെ സുഭാഷ് ചന്ദ്രബോസ് ഒരു നാഷണൽ കലാമിറ്റി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ നമുക്ക് നിങ്ങളെ കൊണ്ട് ചോദിക്കാം, ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ത് കാരണം കൊണ്ടാണ് നിർത്തിവെക്കാൻ കാരണം ഉണ്ടായിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കാരണം ആയിരുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു തുടർച്ചയാണ് ചൗരി ചൗര.
ചൗരി ചൗര നടന്നതുകൊണ്ടാണ് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നിർത്തിവെക്കാൻ കാര്യമുണ്ടായത്. അതിനുശേഷമാണ് സ്വരാജ് പാർട്ടി 1 ജാനുവരി 1923 ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായത്, 1923. അപ്പോൾ ഇത് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് ഫോം ചെയ്യാൻ കാരണം അതിൻ്റെ ഒരു സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വരാജ് പാർട്ടി 1923 ജാനുവരി 1 ഫോം ചെയ്യാൻ കാരണം. അന്ന് ഇത് ഫോം ചെയ്യാനുള്ള കാരണം എൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ CR ദാസ് ആയിരുന്നു അന്ന് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി. പ്രസിഡൻ്റ് എന്ന് പറയുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ ഫസ്റ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു സെഷൻ ആദ്യമായിട്ട് നടത്താമെന്ന് പറയുന്നത് ഗയ എന്നൊരു പ്ലേസിലായിരുന്നു. ഗയ എവിടെയെന്ന് നമുക്കറിയാം. ഗയയിൽ ആയിരുന്നു ഈ ഒരു കാര്യം നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 1923 1923 അലഹബാദ് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് സെഷൻ നടന്നത്. അലഹബാദ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ട്രീം മെമ്പേഴ്സ് രണ്ടുപേര് ഒന്ന് പറഞ്ഞു, ഒന്ന് സെക്രട്ടറിയും ഒന്ന് പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും ലാലാ ലജപത് റായും ആയിരുന്നു അതിൻ്റെ സ്ട്രീം മെമ്പേഴ്സ്. 4 പേരായിരുന്നു അതിൻ്റെ സ്ട്രീം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേണം എന്ന് പറഞ്ഞ ആദ്യത്തെ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതാം. സ്വരാജ് പാർട്ടിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വരാജ് പാർട്ടിയിൽ നമുക്ക് പറയാനുള്ളത്. അതിനുശേഷമാണ് 1928 നടക്കുന്ന സൈമൺ കമ്മീഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈമൺ കമ്മീഷൻ 1928. അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. സർ ജോൺ സൈമൺ ആയിരുന്നു അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വന്നത് പറഞ്ഞാൽ, സൈമൺ കമ്മീഷൻ വന്നത് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫെയിലിയറിനെ തുടർന്നാണ് സൈമൺ കമ്മീഷൻ 1927 ഫോം ആവുന്നത്. 1919 ഫോമായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫെയിലിയർ കാരണം 1927 ഉണ്ടാക്കിയൊരു റിഫോമാണ് ഈ ഒരു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു. അതിൽ കുറേ പേരുണ്ടായിരുന്നു. സർ ജോൺ സൈമൺ, ഹാരി ലെവി, അങ്ങനെ പറഞ്ഞ ജോർജ് ലാൻഡ് ഫോക്സ് എന്ന് പറഞ്ഞ കുറേ പേര്, 7-8 പേരൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് ഈ ഒരു സൈമൺ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്ത ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വന്ന് സ്റ്റാൻലി ബ്ലാഡ്വിൻ ആയിരുന്നു. ഞാൻ ഇവിടെ എഴുതാം, സ്റ്റാൻലി ബ്ലാഡ്വിൻ. ഇദ്ദേഹമായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഹു അപ്പോയിൻ്റ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തത് സ്റ്റാൻലി ബ്ലാഡ്വിൻ ആയിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹമായിരുന്നു ഈ ഒരു സൈമൺ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൈമൺ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്ത് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം. കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ, അതായത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോയിൻ്റ് ചെയ്തൊരു കമ്മീഷനായിരുന്നു സൈമൺ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നടക്കാനുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലായില്ലേ, കണ്ടില്ലേ? സ്വരാജ് പാർട്ടിയാണ് ആദ്യത്തെ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വേണമെന്ന് പറയുന്നതും, അതേപോലെ സൈമൺ കമ്മീഷനായിരുന്നു ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എയിമോട് കൂടി ഇന്ത്യയിലേക്ക് വന്ന ഒരു റിഫോംസാണ് സൈമൺ കമ്മീഷൻ. അത് അപ്പോയിൻ്റ് ചെയ്ത് സ്റ്റാൻലി ബ്ലാഡ്സൺ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. 1927 വരുന്നത്. അതുണ്ടാവാനുള്ള കാരണം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഫെയിലിയർ കാരണമാണ്. അതുണ്ടാക്കാനുള്ള ഹെഡ് എന്ന് പറയുന്നത് സർ ജോൺ സൈമൺ ആയിരുന്നു.
അപ്പോൾ ഇതിൽ അന്നത്തെ സമയത്ത് ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൈമൺ കമ്മീഷൻ വരുമ്പോൾ ലോർഡ് ഇർവിൻ ആയിരുന്നു അന്നത്തെ ഇവിടുത്തെ വൈസ്രോയ് ഉണ്ടായിരുന്നത്. അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുന്നത് ഫെബ്രുവരി 3, 1928 ആക്ച്വലി എന്ത് വരുന്നത്, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന് എത്തുന്നത്. ഓക്കെ, അപ്പോൾ വന്ന് എത്തിക്കഴിഞ്ഞ ഉടനെ ഗോ ബാക്ക് സൈമൺ എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഗോ ബാക്ക് സൈമൺ. അപ്പോൾ ഈ ഗോ ബാക്ക് സൈമൺ അല്ലെങ്കിൽ സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയ യൂസഫ് മെഹർ അലി എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമായിരുന്നു ഈ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൽ ഈ സൈമൺ കമ്മീഷന് വേറെ ഒരു പേരുണ്ടായിരുന്നു, വൈറ്റ് മെൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈമൺ കമ്മീഷനെ ഇന്ത്യയിൽ നിന്നും ബോയ്ക്കൗട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 1927 നടന്ന മദ്രാസ് സെഷനിലായിരുന്നു സൈമൺ കമ്മീഷനെ നമ്മൾ എങ്ങനെയും പുറത്താക്കണം എന്നുള്ള രീതിയിലൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമുക്ക് സൈമൺ കമ്മീഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ അന്നത്തെ മദ്രാസ് സെഷൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് MA അൻസാരി ആയിരുന്നു. ഓക്കെ, MA അൻസാരി ആയിരുന്നു അന്നത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. മദ്രാസ് സെഷനിലെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് MA അൻസാരി ആയിരുന്നു. അന്ന് നമുക്ക് നമ്മുടെ പഞ്ചാബ് ലൈൻ എന്നറിയപ്പെടുന്ന ലാലാ ലജപത് റായിനെ പരിക്കേൽക്കുകയാണ് ഉണ്ടായിരുന്നത്. നാഷണൽ ലീഡർ ഹൂ വൗണ്ടഡ് ഇൻ ദ പോലീസ് ലത്തി ചാർജ് എന്ന് പറഞ്ഞ് ലാലാ ലജപത് റായ് ആയിരുന്നു. പഞ്ചാബ് ലൈൻ എന്നറിയപ്പെടുന്ന ലാലാ ലജപത് റായ്ക്ക് അന്ന് പരിക്കേൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം 1930 സൈമൺ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഉണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യമാണ് അതിൽ പറയാനുള്ളത്. ഈ ഒരു പ്രത്യേകം ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങളെ അതിൽ പറയാനുള്ളൂ. ഓക്കെ, സൈമൺ കമ്മീഷനിൽ പറയാനുള്ളൂ. ഓക്കെ.